മുഹാജിറുകളിലെ ഫുഖറാക്കൾ, നിർധനർ റളിയല്ലാഹു അൻഹും, അവർ തിരു സവിധത്തിൽ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ആവലാതി പറഞ്ഞു. അവരുടെ ആവലാതി ذهب أهل الدثور بالدرجات العلى والنعيم المقيم. അങ്ങനെയാണ് ഹദീസിലെ ഒരു പ്രയോഗം. സമ്പന്നർ അവർ ഉന്നത സ്ഥാനങ്ങളും പദവികളും നിത്യ സൗഭാഗ്യവും നേടിയിരിക്കുന്നു, അവർ കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയാണ്. ദഹബ അഹ്ലുദ്ദുസൂർ എന്ന് പറഞ്ഞാൽ സമ്പന്നർ കൊണ്ടുപോയി, ബിദ്ദറജാത്തിൽ ഉല ഉന്നത പദവികൾ, വന്നഈമിൽ മുഖീം നിത്യ അനുഗ്രഹങ്ങൾ. ചില റിപ്പോർട്ടുകളിൽ ദഹബ അഹ്ലുദ്ദുസൂർ ബിൽ ഉജൂർ കൂലികളൊക്കെ അവർ സമ്പാദിച്ചു എന്ന അർത്ഥത്തിൽ പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഫുഖറാക്കൾ മുഹാജിറുകൾ വന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിട്ടം വരുത്തി ചോദിച്ചു. അപ്പോൾ ആ ഫുഖറാക്കളായ മുഹാജിറുകൾ പറഞ്ഞു, യുസല്ലൂൻ കമാ നുസല്ലി വയസൂമൂൻ കമാ നസൂം വയതസദ്ദഖൂൻ വലാ നതസദ്ദഖ് വയുഅതിഖൂൻ വലാ നുഅതിഖ്. അവർ നിസ്കരിക്കുന്നു, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ. അവർ നോമ്പെടുക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ. അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു, ഞങ്ങൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നില്ല. കാരണം ഫുഖറാഉൽ മുഹാജിരീങ്ങളെ ഫക്കീറന്മാരാണ്. അവർക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവർ എങ്ങനെ സദക്ക ചെയ്യാനാണ്? അതാണ് അവരുടെ സങ്കടം. വയുഅതിഖൂൻ അവർ അടിമകളെ മോചിപ്പിക്കുന്നു, വലാ നുഅതിഖ് ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാനാകുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ ആവലാതി കേൾക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വിഷയം പഠിപ്പിക്കാം. ആ വിഷയത്തിലൂടെ തുദ്രികൂന മൻ സബഖക്കും, നിങ്ങൾക്ക് നിങ്ങളെ മുൻകടന്നവരെ പുണ്യത്തിൽ അവരോടൊപ്പം എത്താൻ സാധിക്കും. വതസ്ബിഖൂന മൻ ബഅദക്കും, ഇനി നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നവരോട് നിങ്ങൾക്ക് പുണ്യത്തിൻ്റെ വിഷയത്തിൽ മുന്നിലെത്താനും സാധിക്കും. അങ്ങനെ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വതകൂനൂന അഫ്ദൽ, നിങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടരാവുകയും ചെയ്യും ബിഹി, ഇതുകൊണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം. അപ്പോൾ സഹാബികൾ, ഈ ഫുഖറാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് കേൾക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തുസബ്ബിഹൂൻ വതഹ്മദൂൻ വതുകബ്ബിറൂന സലാസൻ വസലാസീന മറ ഫി ദുബരി കുല്ലി സലാത്തിൻ എന്നാണ്. നിങ്ങൾ എല്ലാ നിസ്കാരത്തിനൊടുവിലും 33 തവണ തസ്ബീഹും 33 തവണ തഹ്മീദും അൽഹംദുലില്ലയും 33 തവണ തക്ബീർ അല്ലാഹു അക്ബറും നിർവഹിക്കുക. അതോടുകൂടി നിങ്ങൾക്ക് പുണ്യത്തിൽ കൂലിയിൽ മുൻകടന്നവരോടൊപ്പം എത്താനും വരാനിരിക്കുന്നവരുടെ മുന്നിലെത്താനും സാധിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഫുഖറാക്കളായ മുഹാജിറുകളെ ആശ്വസിപ്പിച്ച് പറഞ്ഞത് എന്ന്. അങ്ങനെ അത് കേട്ട് അതനുഷ്ഠിച്ച് ഈ മുഹാജിറുകൾ ഫുഖറാക്കൾ അവർ പോയി. പിന്നീട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയുന്നുണ്ട്, തിരുദൂതരെ, ഇന്ന ഇഖ്വാനന അഹ്ലുൽ അംവാൽ, സമ്പന്നരായ ഞങ്ങളുടെ സഹോദരങ്ങൾ, അലിമു മാ അമൽന, ഞങ്ങൾ ചെയ്തത് അവരറിഞ്ഞു, അതോടുകൂടിയിട്ട് അവർ ഞങ്ങൾ ചെയ്തത് അവരും ചെയ്യാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ച് പറഞ്ഞത്, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തിഹി മൻ യശാ, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹു അത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്ന് ആ വിഷയത്തിൽ പ്രതികരിച്ചു എന്നാണ്. ഇവിടെ വിഷയം ഈ ഒരു ഹദീസ് നിസ്കാരത്തിൻ്റെ ശേഷം തക്ബീർ, തഹ്മീദ്, അതേപോലെ തസ്ബീഹ് നിർവഹിക്കുന്നതിൻ്റെ ആ ഒരു മഹത്വം, അതിൻ്റെ പുണ്യം അതറിയിക്കുന്ന വിഷയത്തിലാണ്. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല.